ഹലോ അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ നിഹാല നാസിക്, ഈസി ഹോം കുക്ക്. അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളാം. ഇന്നിതാ നമ്മൾ ലാസ്റ്റ് ഡേ ആണ്. നമ്മളിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്ന ദിവസം കേട്ടോ. നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ പോകുന്നത്. ട്രാവലർ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ആകെ എനിക്ക് തോന്നുന്നു 5 മിനിറ്റ് ഓട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ട്രാവലറിൽ പോകുന്നവർ 2 റൗണ്ട് അടിച്ച് ഞാൻ അപ്പൻ്റെ കൂടെ ആട്ടോ പോയത്. ഞാനും എൻ്റെ മാമിൻ്റെ മോളും ഒക്കെ നമ്മൾ മക്കളുള്ളത് കൊണ്ട് നമ്മൾ കാറിലാണ് പോയത്. പക്ഷെ ട്രാവലറുള്ളവരൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയാക്കിയിട്ട് നല്ല ഈസി ആയിട്ടുള്ള ട്രാവലറാണെന്ന് പറഞ്ഞ്. അപ്പോൾ അവരൊക്കെ നല്ല അടിപൊളിയായി ചില്ലപ്പായിട്ടൊക്കെയാണ് പോയത്. ഒരു വീഡിയോ എനിക്ക് ഇങ്ങനെ നമ്മളെ കസിൻ ഗ്രൂപ്പിൽ ഇട്ടപ്പം അത് ഞാനിതിലേക്ക് ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പോവുകയാണ്. അത്യാവശ്യം ഞാൻ പറയില്ല, നല്ല മഴ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഫുൾ ചളിയും ഒക്കെ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അതുപോലെ അങ്ങനെ നമുക്ക് വെള്ളത്തിൽ ചവിട്ടാൻ നിൽക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെയൊക്കെ പലക കെട്ടുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ വീട്ടിൽ തന്നെയാണ്. ഇവരെ വീടെന്ന് വെച്ചാൽ നല്ല ഹരണ്ട് കേട്ടോ കാണാൻ. നമ്മൾ ഈ തറവാടൊക്കെ ഉണ്ടല്ലോ, നല്ല വലിയ തറവാടുകളൊക്കെ ഇല്ലേ, അതുപോലുള്ളൊരു വീടാട്ടോ. നമ്മൾ ഒരു ഭാഗത്ത് കൂടെ പോയാൽ അപ്പുറത്ത് കൂടെ വരിക, അങ്ങനെയൊക്കെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചെക്കൻ്റെ കൂടെ എടുത്ത് തിന്ന്. പക്ഷേ മക്കൾക്ക് നല്ല ഹരമാണ്. എന്താ പറയുക, ഐസ്ക്രീമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെ കയറിയപ്പോൾ ഞാൻ അടുക്കള കേട്ടോ കണ്ടത്. ഈ അടുക്കള കൂടെ കയറി നേരെ നമ്മൾ നടന്ന് ഈ ഒരു സൈഡിലാണ് ഫിദൻ്റെ റൂം വരുന്നത്. നമ്മൾ നേരെ ഇങ്ങോട്ട് പോയപ്പം വീണ്ടും നമ്മളിട്ട് പുറത്തെത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് 3 ഭാഗത്തൂടെ നമുക്ക് പുറത്തേക്ക് എത്താനൊക്കെ പറ്റും. ഇതാണ് അവളെ റൂം കേട്ടോ വരുന്നത്. എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് വരുന്നത്. കട്ടിലും അലമാരയും മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ സെറ്റപ്പായിട്ടാണ്. പക്ഷേ അൽഹംദുലില്ലാ നല്ല റാഹത്ത് തന്നെ കേട്ടോ. അങ്ങനെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ കസിൻസും എല്ലാവരും ഒക്കെ ചേർന്ന് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇന്നലെ രാത്രി എത്തിയിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ മൂപ്പര് എത്തിയിട്ടുണ്ടായിരുന്നു. പനിയായിരുന്നു, അതുകൊണ്ടാണ് മാരേജിന് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ക്ഷീണം മാറിയപ്പം വന്നതാണ്. ഇന്നത്തെ ഈ ഒരു പരിപാടി കൂടാലോ. നാളെ രാവിലെ നമ്മൾ ട്രെയിന് പോവുകയും ചെയ്യും. അപ്പോൾ അവിടെ നമുക്കിതാ ബിരിയാണി, നല്ല അടിപൊളി പൊരിച്ച ബിരിയാണിയാണ് കേട്ടോ. അവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഗുലാബ് ജാം, ഐസ്ക്രീം, അവിടെ പോയപ്പാട് വെൽക്കം ഡ്രിങ്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ വീട്ടിലും എത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആപ്പൻ്റെ ആൻറ്റീൻ്റെ അനിയത്തിൻ്റെ ഭർത്താവും പോവുകയാണ്. അവർ കോഴിക്കോട് പോവുകയാണ്. അപ്പം മാത്രമാണ് പോകുന്നത്. അപ്പം എൻ്റെ നവസിത്താൻ്റെ പിയാപ്പിളയും വിത്ത് ലഗേജാണ്. നമ്മൾ ട്രെയിനിൽ പോകാനുള്ളവരെ എല്ലാവരും ലഗേജ് കൊണ്ടുപോകുന്നത് ആപ്പാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം നമുക്ക് എന്താ പറയുക, ഭയങ്കര വിശപ്പും കാര്യമൊക്കെ ആയപ്പോൾ നല്ല മഴ വൈബും ആണല്ലോ. അങ്ങനെ എന്ത് ചെയ്ത് പഴം വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ നല്ല അടിപൊളി പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിച്ച്. അങ്ങനെയാണ് പറയുന്നത് 10 മിനിറ്റ് കൊണ്ട് ഫിദയും പിയാപ്പിളും ഇപ്പം ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ റൂമൊക്കെ, ഇതാണ് അവളെ റൂം. ഈ റൂം ഇതുവരെ ഞാൻ കാണിക്കാതിരുന്നത് എന്താ വെച്ചാൽ ഇവിടെ അത്യാവശ്യം നല്ല എല്ലാവരും ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവൾ വരുന്ന ദിവസം ആയതുകൊണ്ട് നമ്മൾ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് അവരെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവളിങ്ങനെ പർദ്ദയൊക്കെ ഇട്ടിട്ടാണോ വരിക, അവരൊക്കെ അങ്ങനെയൊക്കെ നിർബന്ധമുണ്ട്. പിന്നെ അവളുടെ മഹർ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതും കൂടി ഉണ്ട് കേട്ടോ. മഹർ സെറ്റിൽ അവൾക്ക് മാല, കമ്മൽ, ബ്രേസ്ലെറ്റ്, മോതിരം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രി പിയാപ്പിളക്കുള്ള ഫുഡൊക്കെ ഒരുക്കുന്ന തിരക്കിലാണ്. മന്തി ഉണ്ടായിരുന്നു, പിന്നെ കണ്ണച്ചത്തിനും കോഴിക്കറി. നമ്മൾ കോഴിക്കോട് പോലെ ഒരുപാട് വിഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതോടുകൂടി നമ്മളെ കല്യാണം നല്ല റാഹത്തായിട്ട് കഴിഞ്ഞെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെല്ലാവരും കസിൻസ് എല്ലാവരും ചേർന്ന് അവളെ റൂമിലാക്കിയിട്ടുണ്ട്. പാലൊക്കെ കൊടുത്തിട്ട് നല്ല റാഹത്തായിട്ടുണ്ട്. അപ്പോൾ ചാച്ചാ, ബൈ.